I speak fluent sarcasm. ഈ ഒരു സെൻറ്റൻസ് ഞാൻ കുറച്ച് മുൻപ് അനുവിൻ്റെ PR ചെയ്തു എന്ന് പറയപ്പെടുന്ന വിനുവിൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി ആയിട്ട് കണ്ടതാണ്. ഇതൊരു സർക്കാസമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ശരിക്കും ഓപ്പൺലി പറഞ്ഞൊരു കാര്യം, 11,111 രൂപ ഇതാണ് അനു വിനുവിന് ആകെ കൊടുത്ത തുക എന്നാണ് വിനു പറയുന്നതും വിത്ത് പ്രൂഫ് ഗൂഗിൾ പേ വഴി വന്ന ആ എമൗണ്ട് വരെ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്തിനാണ് അനു ഏഷ്യാനെറ്റിൽ അഞ്ജന നമ്പ്യാർ ചോദിച്ചപ്പോൾ 1,00,000 രൂപയാണ് പറഞ്ഞിരുന്നത്, അതിൽ 50,000 കൊടുത്തു, ബാക്കി 50,000 കൊടുക്കണം എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഇതൊരു പബ്ലിസിറ്റി സ്റ്റണ്ടിന് വേണ്ടി സംസാരിച്ചതായിരിക്കാം. ഇതിനകത്ത് സത്യം എന്താണെന്ന് അറിയണമെങ്കിൽ ഒന്നുകിൽ അനു വന്ന് സംസാരിക്കണം, അല്ലെങ്കിൽ അനുവും വിനുവും ഒരുമിച്ചിരുന്ന് സംസാരിക്കണം. ഒരുപാട് പേര് ഇത് വെച്ചിട്ട് വീഡിയോ ചെയ്യുന്ന കണ്ടു അനുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട്. ഒരാളും ഒന്നും വാങ്ങാതെ ഒന്നും ചെയ്യത്തില്ല. സോ നമ്മുടെ വിഷയം ഇതാണ്, വിനുവിൻ്റെ 11,111 രൂപ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച് ആ ഹൈപ്പൊക്കെ ഒന്ന് കൊടുത്തു വെച്ചോളൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 2 ദിവസം മുൻപാണ് വിനുവിനോട് മീഡിയ ചോദിച്ചിട്ടുണ്ടായിരുന്നു അനു പേയ്മെൻ്റ് എല്ലാം തന്നിട്ടുണ്ടോ. അനു എനിക്ക് ആകെ തന്നത് 11,111 രൂപ മാത്രമാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് ഇൻ്റർവ്യൂവിൽ അനു 1,00,000 രൂപ തന്നു അല്ലെങ്കിൽ 1,00,000 രൂപ തരാനുണ്ട് ആ ലെവലിൽ സംസാരിച്ചതെന്ന് ചോദിച്ചപ്പോൾ അത് അവൾ കള്ളം പറഞ്ഞതാണെന്നാണ് വിനു പറയുന്നത്. അതേ വിനു തന്നെയാണ് ഇന്ന് വിനുവിൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി ആയിട്ട് ഇട്ടേക്കുന്നു, ഐ സ്പീക്ക് ഫ്ലുവൻറ്റ് സർക്കാസം, എന്നിട്ട് 11,111 റുപ്പീസ്, ഒരു ചിരിക്കുന്ന സ്മൈലി. എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. അല്ല, വിനു എന്താ ചിന്തിക്കുന്നത്, നാട്ടുകാർ മുഴുവൻ പൊട്ടന്മാരാണെന്നോ അത് നാട്ടുകാരെ മുഴുവൻ പൊട്ടന്മാരാക്കാമെന്നാണോ? എനിക്കതുകൊണ്ട് ഒട്ടും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. സത്യത്തിൽ ഇപ്പോൾ അനു അവിടെ കള്ളിയായി മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ഓൾറെഡി അനു PR വഴിയാണ് ജയിച്ചത് എന്ന് നല്ല രീതിയിൽ സംസാരം വരുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇത്തരം കോപ്രായങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ആ ഒരു പെൺകുട്ടിയെ വീണ്ടും 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 ആൾക്കാർക്കിടയിലേക്ക് ഇട്ടുകൊടുക്കല്ലേ വിനു ചെയ്യുന്നത്. വിനുവിന് ഇതുകൊണ്ടുള്ള ഇൻറ്റൻഷൻ എന്താണ്? വിനു കാരണമാണ് അനു ജയിച്ചതെന്ന് വരുത്തി തീർക്കണോ? വിനുവിൻ്റെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട് അനുവിനുണ്ടായിരുന്നു, ഇല്ലെന്നൊന്നും പറയുന്നില്ല. വിനു തന്നെ പറയുന്നു അനുവിന് അങ്ങനെ ഒരു PR വർക്കിൻ്റെ ആവശ്യമില്ല, അനുവിന് ഒരുപാട് ഫാൻ ഫോളോവേഴ്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഒന്ന് ആ സോഷ്യൽ മീഡിയ പേജുകളൊന്ന് ഹാൻഡിൽ ചെയ്താൽ മാത്രം മതിയായിരുന്നു, എനിക്ക് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടി വന്നില്ല, അതുകൊണ്ട് അനുവിൻ്റെ കയ്യിൽ നിന്ന് കാശൊന്നും വാങ്ങിയിട്ടില്ല എന്നാണ് വിനു പറയുന്നത്. പക്ഷെ അനു പറയുന്നു അനു 1,00,000 രൂപയോളം കൊടുത്തിട്ടുണ്ടെന്നോ 50,000 അതിൽ കൊടുത്തെന്നോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനൊരു പ്രസ്താവനയുടെ ആവശ്യം എന്തായിരുന്നു? എന്താണ് ഈ 11,111 രൂപയുടെ കണക്ക്? ഒരു പക്ഷേ അനു ഒരു ഈശ്വര വിശ്വാസി ആയതുകൊണ്ട് ആ ഒരു എമൗണ്ട് കൊടുത്തിട്ട് പോയതായിരിക്കാം, എനിക്കറിയില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, വിനുവിന് ആ വിഷയത്തിൽ എന്താണ് പറയുന്നത്? വിനു ഇതിനകത്ത് ഏഷ്യാനെറ്റിൻ്റെ ഇൻ്റർവ്യൂവിൽ കള്ളമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞത് എന്തിനാണ് എന്നെനിക്ക് മനസ്സിലായില്ല. വേണമെങ്കിൽ പറയാം അതിപ്പോൾ അനു വെറുതെ പറഞ്ഞതായിരിക്കും എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിനൊരു മാറ്റർ കൂടി വിനു ലാസ്റ്റ് പറയുന്നുണ്ട്. നമുക്ക് ആ മാറ്റർ കൂടി ഒന്ന് കേൾക്കാം. ഈ PR ആയിട്ട് 1,00,000 രൂപയാണ് പറഞ്ഞിരുന്നത്, 50,000 കൊടുത്തു, 50,000 ബാക്കിയുള്ളതാണ് എന്നോട് പറഞ്ഞത്. കള്ളം പറഞ്ഞാണ് അവൾ ആകെ എനിക്ക് തന്നത്, ഞാൻ കാണിച്ചു കേട്ടോ. അപ്പൊ അതിന് കള്ളം പറഞ്ഞാണോ? ആ കള്ളം പറഞ്ഞു ഞാൻ കൃത്യമായിട്ട് ഞാൻ കൃത്യമായിട്ട് ഞാൻ അങ്ങനെ. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം മനസ്സിലാക്കുക, വിനു ഒരു കാര്യം മീഡിയയുടെ മുന്നിൽ പറയുമ്പോൾ, വിനു ഒരുപാട് മീഡിയയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മീഡിയയോട് സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. വിനു ഒരു കാര്യം പറയുമ്പോൾ ഇത് ഒരുപാട് പേര് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ടെന്നൊന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ വിനുവിൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി എന്ന് പറഞ്ഞാൽ ചിലപ്പം 1,00,000 ആൾക്കാർ, 1,00,000 ആൾക്കാർ കാണുമായിരിക്കും. പക്ഷേ അതിലും എത്രയോ ഇരട്ടി ആൾക്കാരാണ് ഒരു മീഡിയ പേജിലൂടെ സംസാരിക്കുമ്പോൾ കാണുന്നത്. അതാദ്യം വിനു മനസ്സിലാക്കുക. വിനുവിന് അറിയുന്ന കാര്യം തന്നെയാണ്, പക്ഷേ പിന്നെ എന്തിനാണ് ഇമ്മാതിരി തോന്നിയവാസങ്ങൾ വിളിച്ച് പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ വിനു ഇവിടെ പറയുന്നു അത് അവൾ കള്ളം പറഞ്ഞതാണ്, 2 പ്രാവശ്യം പറഞ്ഞു. ഈ കള്ളം പറഞ്ഞതാണ് എന്ന വാക്ക് തന്നെ എത്രയോ പേര് വളച്ചൊടിക്കുന്നറിയോ. വിനുവിൻ്റെ ഒരു സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് അനു ജയിച്ചത്. പക്ഷേ വിനുവിൻ്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണോ? അനു അവിടെ കഷ്ടപ്പാട്, ജനങ്ങളുടെ സപ്പോർട്ട്, അതല്ലേ അൾട്ടിമേറ്റ്. ജനങ്ങളിലേക്ക് അനുവിൻ്റെ കോണ്ടന്റുകൾ എത്തിച്ചു കൊടുക്കുകയാണ് വിനു ചെയ്തത്. അതൊരു വലിയ സപ്പോർട്ടാണ്. എന്നാൽ പോലും ഈ ജനങ്ങൾ തന്നെയല്ലേ അനുവിനെ ജയിപ്പിച്ചത്. അപ്പോൾ അതോ വിനു ആണ് ജയിപ്പിച്ചത്, വിനു ഇല്ലെങ്കിൽ അനു ഇല്ല എന്ന ലെവലിലേക്ക് വിനുവിനെ വരുത്തി തീർക്കണോ? അതിന് വേണ്ടിയാണോ ഇമാതിരി പരിപാടി കാണിക്കുന്നത്? ശരിക്കും ഇപ്പോൾ വിനുവിനെ മാർക്കറ്റ് ചെയ്യുന്നതല്ലേ. അനുവിൻ്റെ നാവിൽ നിന്ന് ഒരു നാവുപിഴ വന്നു ബിഗ് ബോസ് ഹൗസിൽ വെച്ച്, ഞാൻ PR കൊടുത്തിട്ടുണ്ട് എന്നൊരു വാക്ക്. ഇതുവരെയും ആരും പറയാത്തൊരു കാര്യം, ഒരു സീസണിലും പുറത്ത് വരാത്തൊരു കാര്യം. പക്ഷെ ആ കാര്യം ഈ സീസണിൽ എക്സ്പോസ്ഡ് ആയപ്പോൾ അതിന് മാക്സിമം മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി വിനു ശ്രമിച്ചു. അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാത്രമാണ് എനിക്കിതും തോന്നുന്നത്. വിനു ഇല്ലെങ്കിൽ അനു ഇല്ല, എവിടെയോ പറഞ്ഞു കേട്ടു വിനു ഇല്ലെങ്കിൽ അനു നാണക്കേട് കൊണ്ട് അല്ലെങ്കിൽ അനുവിനെ എല്ലാവരും കൂടെ നാറ്റിച്ച് അനുവിൻ്റെ കരിയർ നശിപ്പിച്ച് ആ ലെവലിലേക്ക് മാറ്റും എന്നൊക്കെ വിനു പറയുന്നുണ്ടായിരുന്നു. ബിഗ് ബോസിൽ ആദ്യമായിട്ടല്ല ഒരു ലേഡി മത്സരിക്കാൻ പോകുന്നത്. കഴിഞ്ഞ സീസണിലൊക്കെ ഉണ്ടായിരുന്നു. ദിൽഷയുടെ ലൈഫിൽ എന്ത് സംഭവിച്ചു? പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. ദിൽഷൻ കളിച്ചില്ലേ, ഗെയിം കളിച്ചില്ലേ, ജയിച്ചില്ലേ. അപ്പോൾ വിനു ആണ് എല്ലാം എന്നുള്ളൊരു രീതിയിൽ വരുത്തി തീർക്കേണ്ട കാര്യമില്ല. അനു ജയിക്കാനുള്ള അൾട്ടിമേറ്റ് റീസൺ എന്ന് പറയുന്നത് അവസാനത്തെ വീക്കിലുള്ള റീ എൻട്രി മാത്രമാണ്. റീ എൻട്രി ചെയ്ത ആൾക്കാരിൽ കുറച്ച് പേര് വന്ന് കാണിച്ച
ആ ഒരു ടോർച്ചറിങ്ങും കാര്യങ്ങളും കൊണ്ട് തന്നെയാണ് അനുവിന് ഒരുപാട് പേര് ആ സമയം വരെ ദേഷ്യമുള്ള ആൾക്കാർ പോലും ആ ഒരാഴ്ച കൊണ്ട് ജയിപ്പിച്ചത്. അതല്ലാണ്ട് വിനു ആണ് ജയിപ്പിച്ചത് എന്ന രീതിയിൽ വരുത്തി തീർക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ വിനു ഇപ്പോൾ ചെയ്യുന്നത് വളരെ മോശമാണ്. ആ കുട്ടിയുടെ കൂടെ നിന്നിട്ട് അതിൻ്റെ കുതികാൽ വെട്ടുന്ന ഒരു പരിപാടിയെ കാണിക്കുന്നത് അതൊരിക്കലും ചെയ്യാതിരിക്കുക. എനിക്ക് മനസ്സിലാവാത്ത ഈ അനു പോയി ചാടുന്നത് എല്ലാം ഇത്തരക്കാരുടെ ഇടയിലേക്കാണല്ലോ എന്നുള്ളതാണ്. ശൈത്യ, ആദിലനൂറയുടെ വിഷയം ഞാൻ പിന്നെ എടുക്കുന്നില്ല, കാരണം അവർ വന്ന സാഹചര്യം അങ്ങനെയാണെന്ന് വിചാരിക്കാം. വിനു ഇപ്പോൾ ചെയ്തത് വളരെ മോശമാണ്. മീഡിയയുടെ മുന്നിൽ അവൾ പറഞ്ഞ കള്ളമാണ്, അവൾ എനിക്കൊന്നും തന്നിട്ടില്ല, ഇത്ര രൂപയാണ് തന്നതെന്ന് പറഞ്ഞ് കാണിച്ചിട്ട്, തെളിവ് സഹിതം കാണിച്ചിട്ട്, പിന്നെ വന്നിട്ട് ഞാനത് സർക്കാസമാണ് പറഞ്ഞത് എന്ന് പറയുന്നതിൽ എന്ത് ലോജിക്കാണ് ഉള്ളത്? എന്ത് മീനിങ്ങാണ് ഉള്ളത്? വളരെ മോശമാണ് വിനു കാണിക്കുന്നത്. ബാക്കി നോക്കാം. ഞാൻ നമ്പർ ഹൈഡ് ചെയ്യുന്നുണ്ട്. അനുമോൾ കണ്ടോ, ഇത് എനിക്ക് കൈനീട്ടം പോലെ തന്നാണ്. ഈ ബാക്കി 14 ലക്ഷത്തി സംതിങ് എനിക്ക് തിരിച്ചു വാങ്ങണം. അപ്പോൾ ഇതൊരു അങ്ങനത്തെ ഒരു പെയ്ഡ് PR വർക്കൊന്നും അനുവിന് വേണ്ടി നമ്മൾ ചെയ്തിട്ടില്ല. എല്ലാവർക്കും ചെയ്യുന്ന പോലെ, എല്ലാവർക്കും ഉള്ള പോലെ പേജ് മാനേജ്മെന്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ കുറച്ച് കുഞ്ഞു ഫാൻ ഗ്രൂപ്പ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് അനുവിൻ്റെ ഫാൻസ് അത് പ്രചരിപ്പിക്കുന്നുണ്ട്. സോ ഇതിലൊരു ഹെവി PR വർക്കൊന്നും ചെയ്തിട്ടില്ല. അത് ആരെങ്കിലും ഇത് PR വർക്കാണെന്ന് കൊണ്ടുവന്ന സമ്മതിക്കാം. 50 കണക്ക് എവിടെ വന്നു? ആരാ 50,000 കണക്ക് എവിടെ വന്നത്? ചുമ്മാ അതായത് ഇവള് പറയുമ്പോൾ ഒരു കട്ടിക്ക് പറയണമല്ലോ, അതിനു വേണ്ടി പറഞ്ഞു. അല്ലാതെ 50, 1 ലക്ഷം എന്നുള്ളത് ബിക്കോസ് നമ്മൾ പൈസയായിട്ടുള്ള ബന്ധമല്ല ശരിക്കും പറഞ്ഞാൽ നമ്മളോട് ചെയ്തത്. പിന്നെ അത് ശരിക്കും അത് പറഞ്ഞതിലൊക്കെ ഒരു സാധനമുള്ളത് അനു വന്നിട്ട് പറയും. അത് അവിടെയുള്ള കുറെ ആൾക്കാരെ റിവീൽ ചെയ്താണ്. ആ സാധനമാണ് അനു പറയേണ്ടത്. എന്തുകൊണ്ടാണ് ആ 50,000-ൻ്റെയും 1 ലക്ഷത്തിൻ്റെയും കണക്ക് അവിടെ സംസാരിച്ചു? അതും ഏഷ്യാനെറ്റ് പോലുള്ള ഒരു ചാനലിൽ അവിടുത്തെ ഒരു മെയിൻ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ട് അവരുടെ തന്നെ ഇൻ്റർവ്യൂവിനകത്ത് പറയുന്നൊരു കാര്യമാണ് 1 ലക്ഷം രൂപയാണ് പറഞ്ഞത്, അതിൽ 50,000 കൊടുത്തു, ബാക്കി കൊടുക്കാനുണ്ട് എന്ന രീതിക്ക് സംസാരിച്ചത്. ഇവിടെ വിനു വന്നിട്ട് ഈ ഒരു എമൗണ്ട് കാണിച്ചിട്ട് അത് പിന്നെ പറയുന്നു സർക്കാസം പറഞ്ഞതാണ്, സർക്കാസ്റ്റിക്കായിട്ട് സംസാരിച്ചതാണ് എന്ന് പറയുന്നത് ശരിക്കും ജനങ്ങളെ പൊട്ടന്മാരാക്കുന്നതല്ലേ? അനു അല്ല, വിനു. അനു കള്ളം പറഞ്ഞായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അനു ഈ പറഞ്ഞ എമൗണ്ട് കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ ഒരു അഡ്വാൻസ് ആയിട്ട് ചിലപ്പോൾ ഈ 11,000 രൂപ കൊടുത്തിട്ടുണ്ടാവും, ബാക്കി ക്യാഷായിട്ട് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ബാക്കി ഇനി കൊടുക്കുമായിരിക്കും. പക്ഷേ വിനു വന്നിട്ട് എന്തിനാണ് ഇമാതിരി ഒരു ഡ്രാമ കളിക്കുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഒരു പെൺകുട്ടിയുടെ ലൈഫിനെയാണ് ഇപ്പോൾ ശരിക്കും സോഷ്യൽ മീഡിയയ്ക്ക് ഇട്ട് കൊടുക്കുന്നത്. അത് ബിഗ് ബോസിൽ പങ്കെടുത്തു, അതിന് കപ്പ് കിട്ടി, എല്ലാവർക്കും സന്തോഷം. അതിനുശേഷം പിന്നെയും പബ്ലിസിറ്റിക്ക് വേണ്ടിയാണോ വിനു കാണിക്കുന്നത്? അത് മുന്നോട്ട് കുറച്ച് നാളും കൂടി ഇങ്ങനെ ഓടാൻ വേണ്ടിയാണോ? നെക്സ്റ്റ് ഇയറിലേക്ക് PR-ൻ്റെ എമൗണ്ട് കൂട്ടാൻ വേണ്ടിയാണോ? വിനുവിനെ തന്നെ മാർക്കറ്റ് ചെയ്യാണ്. ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് അങ്ങനെയാണ്. വിനുവിനെ തന്നെ മാർക്കറ്റ് ചെയ്യാണ്. അനുവിൻ്റെ പേരും പറഞ്ഞ് വിനുവിനെ മാർക്കറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ പിന്നെ ഇത്രയും ദിവസം ഈ PR-ൻ്റെ വിഷയം പുറത്തറിഞ്ഞിട്ട് കുറേ അധികം നാളുകളായി. ഇത്രയും നാളും അനു കൊടുത്ത ഒരു എമൗണ്ടിൻ്റെ കാര്യത്തെക്കുറിച്ച് വിനു സംസാരിച്ചിട്ടില്ല. വിനു ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് അനു ഒന്നും തന്നിട്ടില്ലെന്നാണ്. കഴിഞ്ഞ ദിവസം അനു ഈ ഒരു എമൗണ്ട് അവിടെ പറഞ്ഞപ്പോൾ തന്നെ വന്നിട്ട് ഇങ്ങനൊരു ഫിഗർ കാണിക്കണമെങ്കിൽ അതൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടി തന്നെയല്ലേ? ശരിക്കും ഡിസപ്പോയിൻറ്റഡ് ആണ് വിനുവിൻ്റെ ഈ പ്രവൃത്തിയിൽ. ഇന്നലെ വരെയും സപ്പോർട്ട് ചെയ്ത ആൾക്കാരെയൊക്കെ ഒരുമാതിരി വിഡ്ഢികളാക്കുന്ന പോലെ വളരെ മോശം. അനുവിനെ ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തത് അനുവിൻ്റെ അവസാനത്തെ ആ ഒരു ഒറ്റ ആഴ്ച കൊണ്ടാണ്. ആഴ്ചയിലെ അനുവിൻ്റെ ആ ഒരു അവസ്ഥ കണ്ടിട്ടാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ അനിയത്തിമാരുണ്ട്, അവരുടെ ഒരു അവസ്ഥ ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യും? അതുപോലെയാണ് അനുവിനെ സപ്പോർട്ട് ചെയ്തത് കേരളത്തിലുള്ള ജനങ്ങളെല്ലാവരും. പക്ഷേ വിനു ഇവിടെ അതിനും ഒരു മുതലെടുപ്പ് പോലെ കാണിക്കരുത്. ആ മുതലെടുക്കുന്നത് അനുവിൻ്റെ ലൈഫ് വെച്ചിട്ടാണ്. അത് വിനു മനസ്സിലാക്കുക. വാക്കുകൾ പറയുമ്പോൾ മീഡിയയുടെ മുന്നിൽ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ സംസാരിക്കുന്നത് ഒരു പെൺകുട്ടിയുടെ ലൈഫ് വെച്ചിട്ടാണ്. അതിന് ഇനിയും ഒരുപാട് സൈബർ അറ്റാക്കിന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ വിനു തന്നെ പറയുന്നു അനുവിൻ്റെ പേജിലേക്ക് അല്ലെങ്കിൽ അനുവിൻ്റെ പേരിൽ ഒരുപാട് സൈബർ അറ്റാക്ക് വരാതിരിക്കാൻ വേണ്ടി, ഒരുപാട് അനാവശ്യ കമൻറ്റുകൾ വരാതിരിക്കാൻ വേണ്ടിയാണ് വിനു അനുവിനെ സപ്പോർട്ട് ചെയ്തതെന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ അതിലേറെ കമൻറ്റുകൾ, മോശം കമൻറ്റുകൾ വരുന്ന ലെവലിലാണ് വിനു ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയം എടുത്ത് വെച്ച് സംസാരിക്കുന്ന ഓരോ യൂട്യൂബേഴ്സിൻ്റെയും കമൻറ്റ് ബോക്സിൽ പോയി നോക്കണം. വിനുവിനെ ചതിച്ചു, PR വിനുവിനെ അനു ചതിച്ചു, ഇമാതിരി കമൻറ്റുകളാണ്. എന്ത് ചതിയാണ് ആ കുട്ടി ചെയ്തത്? അപ്പോൾ വിനു വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക. പിന്നെ വന്ന് സർക്കാസമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പറയുന്നത് മീഡിയയുടെ മുന്നിലാണ്, ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മുന്നിലാണ് സംസാരിക്കുന്നത്. ആ ബോധം വിനുവിന് ഉണ്ടാവണം. വിനു ഒരു PR ആയിട്ട് പ്രവർത്തിക്കുന്ന ആളല്ലേ? അപ്പോൾ ഒരു അല്പം കോമൺ സെൻസ് ഉണ്ടായിക്കൂടെ? ഇനി ഈ സർക്കാസത്തിന് വേറെ വല്ല അർത്ഥവും പറഞ്ഞ് വിനു വരുമെന്ന് എനിക്ക് അറിയത്തില്ല. എനിവേ നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനിയും ആ കുട്ടീനെ വലിച്ചു കയറാതിരിക്കുക അനാവശ്യമായിട്ട്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.